ഹലോ ഫ്രണ്ട്സ്, കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റുള്ളതുമായ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു 3 പൊട്ടറ്റോ പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കതിന് അടപ്പ് കൊണ്ട് അടച്ച് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അത് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോ തണുത്തിട്ടുണ്ട്. നമുക്കത് നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം. ജീരകം നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത പൊട്ടറ്റോ നമുക്കതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. കുട്ടികൾക്ക് നാസ്ത ബോക്സിൽ വെച്ച് സ്കൂളിലേക്ക് കൊടുത്തയക്കാനൊക്കെ വളരെ നല്ലതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ജീരകവും കടുവും അതിലേക്ക് നല്ലതുപോലെ വ്യാപിക്കത്തക്ക രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ജീരകം, കുരുമുളക്, ഉപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ട് അതിലേക്ക് യോജിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു 5 മിനിറ്റ് നേരം അതൊരടപ്പ് കൊണ്ട് അടച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പോൾ അത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കത് അതിൽ മല്ലിയിലയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ടൊമാറ്റോ ചട്നിയുടെ കൂടെ, സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ജീര ആലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വീഡിയോ കണ്ടതിന് താങ്ക് യു. ഇനി ഒരു നല്ല വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം.